ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മുട്ട ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി 2 മുട്ടയുണ്ട് എടുത്തിട്ട്, പിന്നെ ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, കറുവപ്പട്ട, ഏലക്കായ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. കുരുമുളക്, എല്ലാ സംഭവവും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ അതിനുള്ള അരി കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടുന്ന വെള്ളവും ഞാൻ എടുത്ത് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പം ഞാനിതാ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം ആറിയില്ല, കുറച്ചുകൂടി ഉണ്ടാറാൻ. അതാറിയിട്ട് നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യേ വീണ അപ്പോൾ നെയ്യാക്കി. ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലല്ല, കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ കൂട്ടത്തിൽ കുറച്ച്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് വാങ്ങാം. കാണുന്നില്ലേ നിങ്ങൾ? ഞാൻ ആക്കുന്നത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത് റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങാം. ഞാനിത് വാങ്ങട്ടെ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായി കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ആകട്ടെ. അപ്പോൾ ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ ഞാനൊരു ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തരി ഉപ്പ്. അപ്പോൾ വേഗം വഴന്ന് കിട്ടും. എന്നിട്ട് നല്ല ചോന്ന് നിറം തരുമ്പോൾ നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഗൈസ്, ഉള്ളിയെല്ലാം ചോന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി എടുത്ത് മാറ്റട്ടെ. ഉള്ളി എടുത്ത് മാറ്റി. ഇതാ. അപ്പം ഇനി ഇതിലേക്ക് നമ്മളെ ഈ ഇലകളും കുരുമുളക്, ഏലക്കായ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനിവിടെ എടുത്ത് വെച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കി, ഇതാ പതക്കുന്നുണ്ട്. നമ്മളെ വെള്ളം തള വരുന്നുണ്ട്. അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നല്ല വൃത്തിയിൽ ഇളക്കട്ടെ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. സിന്ദൂര സന്ധ്യ
അപ്പോൾ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളെ ചോറ് വേകുമ്പോഴത്തേക്ക് നമ്മളെ മറ്റേ മസാലയെല്ലാം റെഡിയാക്കി വെക്കാം. അതിന് വേണ്ടി ഞാൻ ഈ പുഴുങ്ങിയ മുട്ടക്ക് വരയിട്ട് വെക്കുന്നുണ്ടേ. രണ്ട് മുട്ടക്കും ഇതിൽ മസാലയെല്ലാം പിടിക്കാനാണ്. അധികം ആഴത്തിലാക്കുന്നില്ല, ഒരു ചെറിയ ഇത് അതിൻ്റെ ഉള്ളിൽ മസാലയെല്ലാം പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെക്കുന്നുണ്ട്. മസാല റെഡി ആയി കഴിഞ്ഞാൽ ചോറാകുമ്പോഴത്തേക്ക് ഇതുമാവുമല്ലോ. പാന് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ലേശം, അധികം ഒഴിക്കുന്നില്ല. ഈ മുട്ടേനെ അതിൻ്റെ അകത്തേക്ക് റെഡിയാക്കാനാണ്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, മുട്ടയിൽ മസാല പിടിക്കാനാണേ, മുട്ടക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മുട്ടക്ക് പിടിക്കാനാണ്. സിമ്മിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം പണി പാളും. കുറച്ച് മസാലപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് ഇതെല്ലാം ഇനി നമുക്ക് വീണ്ടും നടാം. ഇനി നമുക്ക് നമ്മളെ മുട്ടേനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുട്ടേനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ആക്കി കഴിഞ്ഞാൽ ഇതിൽ നല്ലോണം മസാല പിടിച്ചോളും മുട്ടയ്ക്ക്. കണ്ട, ഇതാണ് പരിപാടി. എന്നിട്ട് നമുക്ക് മുട്ടേനെ മാറ്റി വെക്കാം. വീണ്ടും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ സവാളേനെ വഴറ്റണം. അതിന് വേണ്ടി ഇവിടെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഞാൻ വഴറ്റിയെടുക്കട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഇതാ ഞാൻ ചോറിൻ്റെ അടപ്പ് തുറന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഇതാക്കി വെക്കുന്നതാണേ. എന്നിട്ട് ഇങ്ങനെയാക്കിയിട്ട് അടച്ച് വെക്കും. അപ്പോൾ അരി നല്ല അടിപൊളിയായിട്ട് വെന്ത് പോകും. ഇനി അവിടെ അടച്ച് വെക്കട്ടെ. അപ്പോൾ കുറച്ച് നേരം കൂടി വേവാനുണ്ട്, ശരിക്ക് വെന്തിനില്ല. അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇതായി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് മസാലയിൽ ഇട്ട് കൊടുക്കാം. ഇത് വെന്തതിൻ്റെ ശേഷം മാത്രം. ഇവിടുന്ന് അങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി, എല്ലാം കൂടി ഒന്ന് ഇളക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇടട്ടെ. അപ്പോൾ എല്ലാ പൊടികളും ആയി. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്ക് എല്ലാം നല്ല പാകത്തിന് കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നേ.
അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ചോറ് നോക്കി എല്ലാം നല്ല കണ്ടീഷനായിട്ട് ഇതാ വെള്ളമെല്ലാം വറ്റി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിനെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുന്നുണ്ടേ. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് മുട്ടയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ റെഡിയാക്കി വെച്ച മുട്ടേനെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഗൈസ്, ഈ മസാല ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ ചോറിൻ്റെ അകത്തേക്ക് മാറ്റി. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ അപ്പം എല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാം. എന്താ അപ്പോൾ മുട്ട ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലോ, ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് എടുക്കാം. ഒന്ന് അടച്ച് വെച്ചതിൻ്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പം ഞാൻ കളറിന് വേണ്ടിയിട്ട് ലേശം പാലിൻ്റെ അകത്ത് മഞ്ഞളൊന്ന് ലേശം ഒന്നാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് കളറിനാക്കി കൊടുക്കുന്നുണ്ടേ. ഇതാ കണ്ടല്ലോ, ഒരു ചെറിയ തോതിൽ. അപ്പോൾ എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി മുട്ട ബിരിയാണി ഇതാ ഇവിടെ റെഡിയായി ഗൈസ്. കണ്ട, ഇതാ സൂപ്പറല്ലേ നമ്മളെ മുട്ട ബിരിയാണി. അപ്പോൾ ഇതാ എൻ്റെ മുട്ട ബിരിയാണി ഇവിടെ റെഡിയായി. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.